സുഹൃത്തുക്കളെ, ഒരു രഹസ്യം അല്ലെങ്കിൽ പരസ്യം പറയാം. ഇറാനും ഗ്രേറ്റ് ബ്രിട്ടനും ഏകദേശം ഒരേപോലെയുള്ള മതാധിഷ്ഠിത രാജ്യങ്ങളാണ്. തിയോക്രാറ്റിക് സ്റ്റേറ്റുകൾ എന്നോ മറ്റോ പറയാം. ഒന്ന് ഷിയ മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനികളാണ്. ഈ വ്യത്യാസമേ ഉള്ളൂ. രണ്ടിലും മതാധ്യക്ഷന്മാരാണ് നേതൃത്വ പദവിയിലുള്ളത്. രണ്ടിനും ഒരു പരിധിവരെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റുണ്ട്. പക്ഷേ അതിന് മേലെയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള മതനേതൃത്വം. അത് ആദ്യം നിങ്ങൾ ഇറാനിൽ ഏകാധിപത്യമാണ് എന്ന് പറയുന്നവർ ബ്രിട്ടനിലെ ഏകാധിപത്യം അതിലും മൂത്തതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവിടെ രാജാവാണ് യഥാർത്ഥത്തിൽ പ്രസിഡന്റ്. ഈ രാജാവിനെ പരമ്പരാഗതമായി രാജവാഴ്ചയിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. നേരെ മറിച്ച് ഇറാനിൽ അത് അവരുടെ ശൂറ മതനേതൃത്വം തീരുമാനിക്കുന്ന ആളാണ്. അതിന് രക്തബന്ധമൊന്നുമില്ല. രക്തബന്ധത്തിലുള്ളവരും ആവാം എന്നേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഏതാണ് കൂടുതൽ ജനാധിപത്യപരമായ രാജ്യം എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മതാധിഷ്ഠിത മതാധിപത്യ രാജ്യമായ ഇറാനെയും ബ്രിട്ടനെയും കാണുകയും അതിൽ ഏറ്റവും ആദ്യം അവിടെ ഭരണമാറ്റം വേണ്ടത് ബ്രിട്ടനിലാണെന്ന് ഈ അമേരിക്കയെ അല്ലെങ്കിൽ തലയില്ലാത്ത ട്രംപിനെ ഒന്ന് ധരിപ്പിക്കാൻ ആർക്കാണ് കഴിയുക?